അത് അതാ ലൈവില് അന്ന് പാടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഒരുപാട് പേര് ആ സമയത്ത് സ്റ്റോറി ഇങ്ങനെ മെൻഷൻ ചെയ്തു. ആ സമയം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നമ്മളിത് എന്താണ് സംഭവിക്കാൻ പോണേന്നിങ്ങനെ, കാരണം ഞാനും നജീമ അങ്ങനെ പാടിയില്ലെങ്കിൽ അത് പോവും കയ്യിൽ. അപ്പൊ കൃത്യമായിട്ട് അവിടെ കൊണ്ടുവന്ന് എത്തി. ഈ വെള്ളം തെറിക്കുന്ന ശബ്ദം അവിടെ ക്ലാപ്പായിരുന്നു. എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു അതൊക്കെയാണ് നമ്മുടെ ലൈവ് സിംഗിങ്ങിന്റെ ആ ഒരു സുഖം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊടുക്കുന്നതിന്റെ ആ ഒരു ഇത് അപ്പൊ തന്നെ കിട്ടുക. ശരിക്കുമുള്ള ഒരു പ്രേമത്തിന്റെ ഒരു പീക്കല്ലേ ആ ഹമ്മിങ്ങിൽ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതൊരു ജീനിയസ് ആ സിനിമയുടെ ഇത് ആ ഹമ്മിങ്ങിലുണ്ട്. അതെ അതെ, അത് ആ കഥയുടെ പ്രധാനപ്പെട്ട ആ സ്പേസിൽ തന്നെ അത്തരം ഒരു ഹമ്മിങ്ങിനെ ചേർക്കുമ്പോൾ ചിലപ്പോൾ സജഷൻസ് ഉണ്ടായിരുന്നിരിക്കും, എനിക്കറിയില്ല, അതിന്റെ പിന്നിലെ കഥ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ തന്നെ ഒരു കോൺസെപ്റ്റ് തന്നെ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് അതിങ്ങനെ ഭയങ്കര ജീനിയസ്. ആ ഹമ്മിങ്ങിൽ തന്നെ ക്ലൈമാക്സും കഴിഞ്ഞു, അതിന്റെ ആ ഒരു പാരമ്യത്തിലേക്ക് അത് എത്തി. അത് ബ്രില്യൻ്റ് ആണ്. വിദ്യാജിയുടെ അടുത്ത് ചോദിക്കണം എപ്പോഴെങ്കിലും എങ്ങനെയാണ് ഇത് പറഞ്ഞ സജഷൻസ് ഉണ്ടായി കാണും. അപ്പോൾ അങ്ങനെ ആ പാട്ട് പിന്നെയും വെണ്ണില ചന്ദനക്കിണ്ണം, കരളി നിൻക, അങ്ങനെ കുറേ പാട്ടുകൾ അന്ന് എനിക്ക് സാറ് ഇവിടെ നിന്ന് കണ്ടക്ട് ചെയ്യല്ലേ ഇവിടെ നിന്ന്. നമ്മൾ ഇവിടെ നിന്ന് പാടുമ്പോൾ പറഞ്ഞാൽ അത് പേടിയാണ്, പക്ഷെ എന്നാലും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ ക്രിയേറ്റർ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ആ ഒരു സമയം കഴിഞ്ഞാൽ അതൊക്കെ വിടണം, നമ്മൾ മാത്രമേ ഉള്ളൂ സ്റ്റേജിൽ. ഞാൻ അങ്ങനെ കേട്ടോ, ഞാൻ പ്രത്യേകിച്ച് എനിക്ക് യുഗ്മഗാനമൊക്കെ പാടുമ്പോൾ ഞാൻ പിന്നെ ആ ഒരു മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ പണ്ട് കോൺഷ്യസ്, ഇപ്പം അതൊക്കെ വിട്ടു. ഇപ്പം എന്താണോ ആ പാട്ട്, ഞാൻ ആ പാട്ടിലേക്ക് മാത്രമേ പോവുള്ളൂ. എൻ്റെ എന്തുവാ ഞാൻ ഇട്ടിരിക്കുന്നത്, ഞാൻ മേക്കപ്പ് കൂടിയോ കുറഞ്ഞോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് വിഷയമില്ല. അങ്ങനെയാണ് ഞാൻ പാട്ടുകൾ ഫീല് ഉള്ളിലേക്ക് എടുത്തിട്ട് അവിടെ അപ്പോൾ ആ ഫീൽ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ഫീലാണ് എപ്പോഴും ആദ്യം അതേ കമ്മ്യൂണിക്കേറ്റ് ആവുള്ളൂ. അത് വരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ, ഞാൻ അങ്ങനെ കേട്ടോ വിശ്വസിക്കുന്നത്. വരിയാണ് അതിൻ്റെ ഏറ്റവും എന്താ പറയുക, കാതല വരിയാണ്. അത് കഴിഞ്ഞിട്ട് ട്യൂണ് പിന്നെയാണ്. അത് ആ വരിക്ക് മാച്ച് ചെയ്തൊരു ട്യൂണ് കൂടി കയറുമ്പോഴാണ് അത് ഏറ്റവും ഇരിക്കുന്ന ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആണ്. അപ്പം ഞാൻ അങ്ങനെയാണ് പാട്ടുകൾ എപ്പോഴും ലൈവിൽ പാടാറുള്ളത്. അപ്പോൾ അത്രയും പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് മ്യൂസിക് തെറ്റില്ല. മ്യൂസിക് നമ്മൾ ഓൾറെഡി കുറച്ചധികം കേട്ട് അങ്ങനെ പഠിച്ചു വെക്കും, അത് ഉള്ളിലുണ്ടാവും. പ്രത്യേകിച്ച് അമ്മ പഴയ പാട്ടുകളൊക്കെ ആണെങ്കിൽ അമ്മ എല്ലാ പാട്ടുകളും അമ്മ എനിക്ക് പാടി തന്നിട്ടുണ്ട് കൊച്ചിലെ തൊട്ട്. ഞാനൊരു അമ്മൂമ്മ പ്രായമൊന്നും ഇല്ലെങ്കിലും ഞാൻ കൊച്ചിലെ കേൾക്കുന്നതൊക്കെ പഴയ പാട്ടുകളാണ്. അവിടുന്നെൻ ഗാനം കേൾക്കാൻ, ഇത് വാസന്ത പഞ്ചമി നാളിൽ താനേ തിരിഞ്ഞും മറിഞ്ഞും, ഇങ്ങനെയൊക്കെയുള്ള കാദംബരി ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ട്യൂൺ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ വലുതായി വരുമ്പോൾ എന്താണ് സന്ദർഭം, എങ്ങനെയാണ് അവർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഫിലിം യൂട്യൂബ് വന്നത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ നമ്മളിപ്പം പല പാട്ടുകളും നമ്മൾ ചിലപ്പോൾ ഇത് ശോകഗാനമാണെന്ന്, പക്ഷെ ചിലപ്പോൾ അത് നമ്മൾ വിഷ്വൽ കാണുമ്പോഴായിരിക്കും അതൊരു ഇപ്പം അകലെ നീലാകാശം, അത് കേൾക്കുമ്പോൾ നമ്മളൊരു സാഡ് ഉണ്ട് അതിൽ. പക്ഷെ അത് എനിക്ക് സത്യനും ശീലം അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടിക്കളിച്ച് പാടാ. അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വിഷ്വൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പഠനമാണ്. പക്ഷേ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ലൈവിൽ എനിക്ക് ഒരു പെശകുകൾ വരാതെ മ്യൂസിക് ഡയറക്ടറിനെ ഒരിക്കലും എൻ്റെ പാട്ട് നശിപ്പിച്ചു അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കണം മിക്കവാറും എല്ലാ സംഗീത സംവിധായകരും അവരുടെ ഓൺ സോങ്സിൻ്റെ പ്രോഗ്രാമിനൊക്കെ വിളിക്കാറുണ്ട്. ലൈവ് ഷോസ് അന്നും ഇന്നും ഇങ്ങനെ ലൈവ് പാടുമ്പോൾ അന്നും ഇന്നും രാജി വേറെ ലെവലാണ്. എനിക്കറിയില്ല, ഞങ്ങൾ ലൈവ് ഇങ്ങനെ പാടിപ്പിച്ചുകൊണ്ടിരിക്കും. എനിക്ക് MJയുടെ ഉറങ്ങാതെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ MJയുടെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ കണ്ണുടച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയുന്ന പാട്ട് ഇതായിരിക്കും, ഉറങ്ങാതെ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമയിലെ എല്ലാ പാട്ടുകളും. അത് പറ്റില്ല. ഇവരുടെ ടാസ്ക് എന്ന് പറയുന്നത് പാട്ടുപാടി നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഈ പാട്ടുപാടി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഏത് ലൈവിൽ പോയാലും പിന്നെ ഈ പാട്ട് മറക്കില്ല. എന്നാ പാട്ടുപാടി നടന്നാലേ
നടക്കാം. ലിറിക്സ് പറയാൻ ഇഷ്ടമായതുകൊണ്ട് ആ. ഞാൻ എപ്പോഴും ആ ലിറിക്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഏത് പാട്ടാണെന്ന് മനസ്സിലാവണമല്ലോ. അപ്പൊ ഞാൻ ഈ പാതിരാവനമുല്ല എന്നൊക്കെ പറഞ്ഞു വരുന്നതിനേക്കാളും എനിക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ പാതിരാവനമുല്ല ജാലകം വഴി എന്റെ എന്ന് പറയും. പല ഇന്റർവ്യൂലും ശ്രദ്ധിക്കാറുണ്ട് പാടുന്നത്. അതെ, ഇത് പാട്ടല്ല ആക്ച്വലി. പക്ഷെ ആ പാട്ടിന്റെ മീറ്ററിൽ ഇത് ഇങ്ങനെ ആവുമ്പോ പെട്ടെന്ന് അവർക്ക് കത്തും. പാട്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പാട്ട് പാടുമ്പോ കുറച്ചുകൂടെ ഇപ്പൊ മീറ്ററിൽ കറക്റ്റാ. അഴിഞ്ഞു കിടന്നൊരു പുടവയെന്നോർത്തു ഞാൻ അല്ലിനിലാവിനെ മടിയിൽ വെച്ചു ഞാൻ അടിമുടി ഇത് ഞാൻ പാടിയ ശരിയല്ലെങ്കിൽ ഇതാണ് പാട്ട് ആക്ച്വലി അല്ലേ? അപ്പോ അത് പറ്റില്ല. പിന്നെന്താ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാ ഇതിനൊന്ന് കംപ്രസ് ചെയ്ത് ഈ സാധനം ഒറിജിനൽ പാട്ട് കേൾക്കാം. ശരി. ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ, ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ, മിഴിവാതിൽ ഇതൾ ചാരി നിഴൽ നാളം തിരി താഴ്ത്തി മനസ്സു നീർത്തുന്ന പൂമെത്തയിൽ ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ. ഈ പാടുന്ന സമയത്ത് നടക്കാൻ പറയുന്നത് ഭയങ്കര തെറ്റാണ്. അപ്പൊ ഞാൻ തന്നെ നടക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്നെന്തോ നിങ്ങൾക്ക് ശ്വാസം മുട്ടുമോന്ന് പേടിച്ചിട്ടേ. കാരണം അത്രയും മൈന്യൂട്ട് സാധനങ്ങളുള്ളത് ആ പാട്ടിൽ. ഈ പാട്ടിലൊക്കെ നമ്മള് അത്രയും നമ്മുടെ ബ്രീത്തിനെ വളരെ കൺട്രോൾ ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും. ഈ പാട്ട് പഠിക്കാൻ പ്രേരണയായിട്ടുള്ളത് അമ്മയാണ്. അമ്മയുടെ ആ നിശ്ചയദാർഢ്യമാണ് ശരിക്കും ഒരു രാജലക്ഷ്മി എന്ന് പറയുന്ന സിംഗർ. പക്ഷെ ചെറുപ്പത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് പോയെന്ന് എനിക്ക് ഏറെക്കുറെ ധാരണയുണ്ട്. ശരിക്കും ആ സമയം മറികടന്നു പോയി എങ്കിൽ ഇപ്പം ഓർക്കുമ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി തന്ന നമ്മൾ ഇത്രയും പ്രാക്ടീസ് ചെയ്യാനൊക്കെ കാരണമായത് ഒരു പക്ഷേ ആ കാലഘട്ടത്തിലെ അത്തരം ഒരു അവസ്ഥ കൂടിയല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ ഏറ്റവും വലിയൊരു മുമ്പോട്ട് ഇങ്ങനെ പോകാനുള്ള ഏറ്റവും വലിയ ഊർജ്ജം ആ സമയമാണ്. പിന്നെ ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് ഇതുപോലെ മീഡിയയോ ഇങ്ങനത്തെ സപ്പോർട്ടോ. പിന്നെ ഞാൻ സാധാരണ ഫാമിലി. അച്ഛൻ ഇല്ല, അമ്മ, മുത്തശ്ശൻ, അമ്മമ്മ, ചേട്ടൻ. അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ഇതിനു മുമ്പ് പ്രൊഫഷണൽ മ്യൂസിക് രംഗത്തേക്കൊന്നും വന്നിട്ടുമില്ല. അപ്പം അമ്മ നന്നായി പാടുമായിരുന്നു. അമ്മയുടെ കുടുംബത്തിലെല്ലാവരും പാടും നന്നായിട്ട്. അമ്മയ്ക്കൊരു വലിയ പാട്ടുകാരിയായിത്തീരണം എന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സാധിച്ചില്ല. അപ്പം മകൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് അമ്മ മനസ്സിലാക്കിയപ്പോൾ എന്തായാലും പാട്ടുകാരിയാക്കണം എന്ന് അമ്മ നിശ്ചയിച്ചു. എന്നിട്ട് അമ്മ ഇറങ്ങി തിരിച്ചു എന്ന് വേണം പറയാനായിട്ട്. പാട്ട് പഠിപ്പിക്കാനും അതുപോലെ എന്താ പറയുക, ഒരു സമയത്ത് കേരളത്തിൽ ഉടനീളം ഇങ്ങനെ ബസ്സിലും ഒക്കെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരു അമ്മയും മോളും അത് പലരും കണ്ടിട്ടുണ്ട്. പല ബസ് സ്റ്റാൻഡുകളിലും ബസ് കാത്തും ഒക്കെ രാത്രി നേരം വെളുപ്പിച്ച് കൂട്ടുക അങ്ങനെയൊക്കെ. പക്ഷെ അതൊരു ഇപ്പം അതൊക്കെയാണ് എനിക്ക് എനർജി തരുന്നത്. ആ ഒരു സമയം കുറച്ചൊരു സ്ട്രഗ്ലിങ് പീരീഡ് വെച്ചാൽ എനിക്ക് എന്താണ് ഇങ്ങനെ എന്ന് അറിയില്ല. ഞാൻ ഈ ഒരു ഒഴുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അത് ആലോചിക്കുമ്പോൾ അത് ആ എന്താ പറയുക കുടുംബത്തിനും അത് ആ ഒരു ആവശ്യമായിരുന്നു അന്നത്തെ അവസ്ഥയിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്.